ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഇതുപോലൊരു വിനെഗർ ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നല്ല ഒരു 100 കാര്യം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചായ തിളപ്പിക്കുന്ന പാത്രമാണെങ്കിലും പാലൊക്കെ തിളപ്പിക്കുന്ന പാത്രം അത് തിളച്ച് ചിന്തി ആ ഒരു പാത്രത്തിൻ്റെ അടിവശം, നോൺ സ്റ്റിക്ക് പാനിൻ്റെ അടിവശം, കുക്കറിൻ്റെ അടിവശമൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ നല്ലപോലെ ഡാർക്ക് സ്റ്റെയിൻ അല്ലെങ്കിൽ തുരുമ്പെടുത്ത് കാണും. അതൊക്കെ നമ്മൾ വെറുതെ ഒരു സ്ക്രബ്ബർ ഇട്ട് മെനക്കെട്ട് ഉരച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് പോയി കിട്ടുകയുള്ളൂ. അല്ലാണ്ട് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മളിത് എങ്ങനെയാണ് നല്ല പുതിയ പാത്രമാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/4 മൂടി അളവിലേക്ക് സിന്തറ്റിക് വിനെഗറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപ്പും സിന്തറ്റിക് വിനെഗറും ഇതുപോലെ ആ ഒരു ഡാർക്ക് സ്റ്റെയിൻ അല്ലെങ്കിൽ തുരുമ്പെടുത്ത ഭാഗത്തേക്കായിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഡാർക്ക് സ്റ്റെയിൻ അല്ലെങ്കിൽ തുരുമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ആ ഒരു സിന്തറ്റിക് വിനെഗറും ഉപ്പും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അല്ലാതെ ഇതുപോലെ കുറച്ച് തുരുമ്പൊക്കെ ഉള്ളൂ എങ്കിൽ ഇതുപോലെ ഒരു സോഫ്റ്റ് സ്ക്രബ്ബർ മാത്രം എടുത്താൽ മതിയാകും. കൈ മെനക്കിടാണ്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ തേച്ച് കൊടുത്താൽ മതിയാകും. ലൈവായിട്ട് തന്നെ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ പാത്രത്തിൻ്റെ പുറകിലുണ്ടായിരുന്ന തുരുമ്പ് കറയൊക്കെ നല്ല രീതിയിൽ തന്നെ ലൈറ്റ് ആവുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതുപോലുള്ള പാത്രമൊക്കെ തേച്ച് വൃത്തിയാക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നമ്മുടെ പാത്രം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഒരുപാട് ദിവസത്തേക്ക് തന്നെ ലാസ്റ്റ് ചെയ്യും നമ്മുടെ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ. അതല്ലാണ്ട് കൊണ്ട് നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് ഒരുപാട് അമർത്തിയൊക്കെയാണ് തേക്കുന്നതെങ്കിൽ വേഗത്തിൽ തന്നെ ഇതുപോലുള്ള പാത്രമൊക്കെ ഓട്ട വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഞാൻ നല്ല വെള്ളത്തിലൊന്ന് കഴുകി കൂടെ കാണിക്കാം. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ പുറകുവശമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. വളരെയധികം പ്രയോജനകരമായിട്ടുള്ളൊരു ടിപ്പാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഇതുപോലുള്ള തുരുമ്പ് കറയൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 ബൗൾ അളവിലേക്ക് പേൾ മില്ലറ്റ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ട് ഡയറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ലിറ്റിൽ മില്ലറ്റ് ഞാനൊരു 1/4 ബൗൾ അളവിലേക്ക് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറുപ്പ് ഉഴുന്നാണ്. അനിമിക് ആയിട്ടുള്ളവർക്കും അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ്, നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ 1/2 ബൗൾ അളവിലേക്ക് കറുപ്പ് ഉഴുന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. എന്നെങ്കിൽ മാത്രമുള്ള ആ ഒരു കുതിർന്ന വെള്ളത്തിൽ നമുക്കിതൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മില്ലറ്റ്സും കറുപ്പുഴുന്നൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുതിർക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ അടുത്ത ദിവസം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി തന്നെയാണ് ഇത് കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കുതിർന്ന് വന്നിട്ടുണ്ട്. മില്ലറ്റ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം നമ്മൾ കുതിർത്ത് വെക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റാം. വളരെ എളുപ്പത്തിലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുമാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 3/4 ബൗൾ അളവിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് അരിയുടെ ചോറാണോ കഴിക്കുന്നത് ആ ഒരു ചോറ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ എരിവിനാവശ്യമായ 2 വറ്റൽമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ജീരകം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത മീഡിയം സൈസ് തക്കാളിയാണ്. അതും കൂടെ നമുക്ക് ചേർത്തിട്ട് നമ്മൾ കുതിർത്ത ആ ഒരു വെള്ളത്തിൽ തന്നെ കോഴ്സായിട്ട് തരിതരിപ്പോട് കൂടി നമുക്ക് ഈ ഒരു ബാറ്റർ അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ടതില്ല. ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിക്കായിട്ടും ഒരുപാട് ലൂസായിട്ടും നമുക്ക് അരച്ചെടുക്കേണ്ടതില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയത്തേക്ക് മാത്രം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ച് പാൻ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് ഗീ ആണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാറ്റർ ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഗീയൊക്കെ ഒന്ന് ഒഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാം.
മില്ലറ്റ്സ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ്. ഇവയിൽ ഉയർന്ന അളവിൽ നാരുകൾ, പ്രോട്ടീൻ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇവ പ്രമേഹം നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇവയിൽ ഗ്ലൂട്ടൻ തീരെ ഇല്ല. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നല്ല കിടിലൻ ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികളും ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇത് നമ്മൾ വറ്റൽമുളകും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെയോ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലൊരു യൂസ് ആൻഡ് ത്രോ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പഞ്ഞി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കോട്ടൻ്റെ തുണിയും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് സിന്തറ്റിക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു കോട്ടൺ നനയത്തക്ക രീതിക്ക് വേണം നമ്മൾ ആ ഒരു സിന്തറ്റിക് വിനെഗർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ ഒരു സിന്തറ്റിക് വിനെഗറിൻ്റെ സ്മെല്ല് പുറത്തേക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ തുളയും ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ റെഡിയാക്കിയ ഒരു പാത്രം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിൽ ഇതുപോലെ മാസക്കണക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അതിലോട്ട് നമ്മൾ ഈ ഒരു പാത്രം ഇറക്കി വെച്ചാൽ മാത്രം മതി. വർഷക്കണക്കാണെങ്കിലും മാസക്കണക്കാണെങ്കിലും ഒരു വണ്ടോ ചെള്ളോ പുഴോ ഒന്നും നമ്മുടെ അരിയിൽ കയറുകയില്ല. മറിച്ച് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എത്രത്തോളം ഫ്രഷ് ആയിരുന്നോ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കടക്കാരൊക്കെ അവർ കടയിൽ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്ന അരി, പയറ്, ഗോതമ്പ് മാത്രമല്ല അരിപ്പൊടി, ഗോതമ്പ് പൊടി ഇതിലൊക്കെ വണ്ട് കയറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കിടിലൻ ട്രിക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാവുന്നതാണ്. അതിലോട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിന്തറ്റിക് വിനെഗറാണ്. ഞാനിവിടെ വലിയ ഗ്ലാസ് അളവിലേക്ക് 1 ഗ്ലാസ് അളവിൽ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലേക്കാണ് സിന്തറ്റിക് വിനെഗർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബോട്ടിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ഇതുപോലുള്ള ചെറിയ ബോട്ടിൽ അതിൻ്റെ മൂടിയിൽ ഹോൾസ് ഇട്ടിട്ടാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരൊറ്റ കഞ്ഞിവെള്ളം മതി കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് വളർത്തുന്ന ചെടികളാണെങ്കിലും പൂച്ചെടികളാണെങ്കിലും മുളക് ചെടി, അതുപോലെ തന്നെ തക്കാളി ചെടി, കറിവേപ്പില, മല്ലിയിലയുടെയൊക്കെ ചെടികളിലേക്ക് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യാതൊരു കെമിക്കലോ മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയ ഒരു കഞ്ഞിവെള്ളത്തിൽ സിന്തറ്റിക് വിനെഗർ കലർന്ന ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ വീട്ടിലെ ഗ്യാസ് ടോപ്പ്, കൗണ്ടർ ടോപ്പ്, കിച്ചൺ സിങ്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ശല്യം ഉണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ പ്രായമായവർക്കും ചെറുപ്പക്കാർക്കാണെങ്കിലും വെള്ളമുടി യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാണ്ട് കൊണ്ട്, പ്രത്യേകിച്ച് മുടി ഡ്രൈ ആവാണ്ട് കൊണ്ട്, താരൻ്റെ ശല്യം ഇല്ലാണ്ട് കൊണ്ട്, മുടി പൊഴിഞ്ഞു പോവാണ്ട് കൊണ്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ തന്നെ കറുപ്പാക്കി എടുക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. മാത്രമല്ല ആ ഒരു കളർ ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് നല്ല കട്ട തൈര്, അധികം പുളിക്കാത്ത തൈര് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. തൈരിലുള്ള പ്രോട്ടീൻ, സിങ്ക്, ബയോട്ടിൻ എന്നിവ മുടിയുടെ വേരുകൾ ബലപ്പെടുത്തുകയും മുടി കൊഴിച്ചൽ തടയുകയും ചെയ്യുന്നുണ്ട്. ഇതിലെ ലാക്റ്റിക് ആസിഡ് മുടിക്ക് തിളക്കവും മൃദുത്വവും നൽകുന്നു, മുടിയുടെ വരൾച്ച തടയുകയും ചെയ്യുന്നു. അതായത് പ്രകൃതിദത്തമായ നല്ലൊരു കണ്ടീഷണറായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് അലോവേറ ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തൈരിലെ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ തലയോട്ടിയിലെ അണുബാധ തടയാനും താരൻ ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്ലാക്ക് എണ്ണയാണ്. ഞാനിവിടെ ആയുർവേദിക് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കെമിക്കൽ ഇല്ലാതെ അമോണിയ ഫ്രീ ആയിട്ടുള്ള പ്രകൃതിദത്തമായ ബ്ലാക്ക് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ തൈരിലേക്ക് 3/4 ടീസ്പൂൺ അളവിലേക്ക് ബ്ലാക്ക് എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ ഡേ ചെയ്ത് വരുമ്പോൾ ചെറുപ്പക്കാർക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമായ അകാലനര, അതായത് പ്രീമച്യൂർ ഗ്രേ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല പിന്നീട് ആ ഒരു വെള്ളമുടി റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെന്ന നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അലർജി പ്രശ്നം ഉള്ളവരാണെങ്കിൽ തലയിൽ കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജി പ്രശ്നമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തലമുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതുപോലെ നമ്മൾ ഹെയർ ഡേ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഒന്ന് നന്നായിട്ട് ഉണങ്ങി അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം
സമയം കഴിഞ്ഞിട്ട് മൈൽഡായിട്ടുള്ള സോപ്പ്, ഷാമ്പു എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു കളർ ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.